എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസങ്ങളായി നമ്മൾ ചാനൽ ചർച്ചയിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രവാർത്തയിലൂടെയുമെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അതിക്രൂരമായ റാഗിംഗ്, അതേപോലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്വന്തം സഹപാഠിയെ തലക്കടിച്ചു കൊന്ന വാർത്ത, ഒരു കുടുംബത്തിലെ അടക്കം 5 പേരെ ഒരൊറ്റ ദിവസം നിഷ്കരുണം കൊന്ന വാർത്ത, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ, മൊബൈൽ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ. എന്തുപറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? ആരാണിതിന് ഉത്തരവാദി? ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകാം. മാതാപിതാക്കളും അധ്യാപകരും, മാറുന്ന വിദ്യാഭ്യാസ നയങ്ങളും, ഗവൺമെൻറ്റും, ഡ്രഗ്സും, മൊബൈലും എല്ലാം ഇതിന് കാരണക്കാരായി വരാറുണ്ട്. കാരണം പോലെ തന്നെ പലതാണ് അതിൻ്റെ സൊല്യൂഷനും. ഗവൺമെൻറ്റും നീതിപീഠവും പോലീസും മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നല്ല ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മാതാപിതാക്കളായ നമ്മളുടെ റോൾ എന്താണ്? നമ്മളിൽ മാറ്റം വരുത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റാൻ പറ്റുമോ? പാരൻറ്റിങ് പഠിക്കേണ്ട ഒന്നാണോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലവരും ചിന്തിക്കും, ഞങ്ങളെല്ലാം കുട്ടികളെ വളർത്തുന്നത് പഠിച്ചിട്ടാണോ വളർത്തിയിരിക്കുന്നത്? ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം? നമ്മൾക്ക് 1970-80 കാലഘട്ടത്തിൽ, നമ്മളെല്ലാം കുഞ്ഞുങ്ങളായ കാലഘട്ടത്തിലൊന്ന് പോയി നോക്കാം. നമ്മളെല്ലാം വളർന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു. വീട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ശാസിക്കാൻ അച്ഛനും സ്നേഹിക്കാൻ അമ്മയും, കരുതലേകാൻ വലിയച്ഛനോ വലിയമ്മയോ ചെറിയച്ഛനോ ചെറിയമ്മയോ, എപ്പോഴും ലാളിക്കാനും സ്നേഹിക്കാനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു. സ്നേഹം പങ്കുവയ്ക്കാനും സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാനും കളിക്കാനും തല്ലുകൂടാനും ഒക്കെ വീട് നിറയെ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. വീട്ടിൽ ചില ചിട്ടകളും ശീലങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികൾ ചിട്ടകൾ തെറ്റിച്ചാൽ ചിലപ്പോൾ ചൂരൽ കഷായവും ഒക്കെ കിട്ടും. എന്നാൽ ആശ്വസിപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. കൂടാതെ കുട്ടികളുടെ പ്രധാന ജോലി കളിക്കുക എന്നായിരുന്നു. പഠനം അതിൻ്റെ ഒരു ഭാഗം മാത്രം. രാവിലെ മുതൽ രാത്രി വരെ കളിക്കുകയായിരുന്നു നമ്മുടെ പ്രധാന ജോലി. കളി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ആദ്യമായി തോൽക്കാൻ പഠിപ്പിച്ചത് കളിയാണ്. ജയവും തോൽവിയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ കളിയിലൂടെ പഠിച്ചു. ആശയവിനിമയ പാഠം നമ്മൾ ആർജിച്ചെടുത്തത് കളിയിലൂടെയാണ്. ജയിക്കാനും തോൽക്കാനും കൂട്ടുകൂടാനും തല്ലുകൂടാനും വിട്ടുകൊടുക്കാനും ഒക്കെ നമ്മൾ കളിയിലൂടെ പഠിച്ചു. കളിക്കുമ്പോൾ രാജാവും മന്ത്രിയും ഒക്കെ നമ്മൾ തന്നെയാണ്. തീരുമാനമെടുക്കാനും പ്രശ്നം പരിഹരിക്കാനുമെല്ലാം നമ്മൾ കളിയിലൂടെ ട്രെയിൻ ചെയ്തെടുത്തു. ലോകാരോഗ്യ സംഘടന പറയുന്ന പല ലൈഫ് സ്കിൽസും നമ്മൾ കളിയിലൂടെയാണ് ആർജിച്ചെടുത്തത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതാണോ? പേരിന് 1-2 കുട്ടികൾ മാത്രമുള്ള വീട്, ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾ, കുട്ടികൾക്ക് കൂട്ടിന് മൊബൈൽ ഫോണും ടിവിയും. കാലം ഒരുപാട് മാറി. എന്നാൽ ആ പഴയ കാലത്തോട്ട് നമ്മൾ മാറാൻ തയ്യാറാണോ? കറണ്ടില്ലാത്ത, മിക്സിയും ഗ്രൈൻഡറും ഇല്ലാത്ത, ടിവിയും മൊബൈൽ ഫോണും ഇല്ലാത്ത ആ കാലഘട്ടത്തിലോട്ട് ഒരിക്കലുമല്ല. മാറ്റം അനിവാര്യമാണ്. അത് പ്രകൃതി നിയമമാണ്. എന്നാൽ നമ്മളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ, നമ്മളുടെ പാരൻറ്റിങ് രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ പലതരം പാരൻറ്റിങ് രീതികളുമുണ്ട്. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്, അതോറിറ്റേറിയൻ പാരൻറ്റിങ്, നെഗ്ലെക്റ്റ്ഫുൾ പാരൻറ്റിങ്, പെർമിസീവ് പാരൻറ്റിങ്, ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നൊക്കെ. എല്ലാ രീതികൾക്കും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട്. എന്നാൽ ഗുണങ്ങളെല്ലാം സ്വാംശീകരിച്ച് എനിക്ക് ചേരുന്ന, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ചേരുന്ന ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് പാരൻറ്റിങ് രീതി നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റിയാൽ ഉറപ്പാണ് ആത്മവിശ്വാസമുള്ള, കോൺഫിഡൻ്റായ, സക്സസ്ഫുള്ളായ മക്കളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കൂടുതൽ പാരൻറ്റിങ് വിശേഷങ്ങളുമായി കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.